നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യമെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് അരിച്ചുപറക്കിയുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർ നടിയെന്നോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെന്നോ അല്ലെങ്കിൽ ഏത് പ്രമുഖരാണെന്നോ ഒന്നുമില്ല. ഇപ്പോൾ നടി മഞ്ജു വാര്യരുടെ കാറിൽ പരിശോധന നടത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ്. തിരുച്ചിറപ്പള്ളി അരിയല്ലൂർ ബൈപ്പാസിൽ വെച്ചാണ് നടിയുടെ വാഹനത്തിൽ പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നടക്കാറുള്ള പരിശോധനയുടെ ഭാഗമായാണ് മഞ്ജുവിന്റെ വാഹനത്തിലും തടഞ്ഞ് പരിശോധന നടത്തിയിട്ടുള്ളത് എന്ന് അറിയിച്ചു. മഞ്ജുവിനൊപ്പം മാനേജരും കാറിലുണ്ടായിരുന്നു. എന്നാൽ കാർ ഓടിച്ചിരുന്നത് മഞ്ജു തന്നെയായിരുന്നു. വാഹനം പരിശോധന നടത്തി ഉടൻ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് സംഘം മഞ്ജുവിനെ വിട്ടയച്ചു. വാഹനത്തിൽ മഞ്ജു വാര്യരാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ആളുകൾ താരത്തിനടുത്തേക്ക് എത്തി. കാരണം റോഡിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധനകൾ. വളരെ തിരക്കേറിയ റോഡായതിനാലാണ് താരത്തിനെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് താരത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എത്തിയത്. പക്ഷേ അവരുടെ കൂടെ എല്ലാം നിന്ന് ആരാധകർക്കൊപ്പം ചിത്രങ്ങൾ എടുത്ത ശേഷമാണ് താരം മടങ്ങിയത്. നമുക്കറിയാം, ഈ അടുത്തായിട്ട് തമിഴിലും നല്ല റോളുകളാണ് താരത്തെ തേടിയെത്തുന്നത്. മലയാളത്തിലുപരി മഞ്ജു വാര്യർ തമിഴ്നാട്ടിലും തിളങ്ങുകയാണ്. ഒരുപാട് ആരാധകരാണ് താരത്തിനുള്ളത്. അപ്പോൾ എന്ത് സിനിമയുടെ ആവശ്യത്തിനാണോ അതോ മറ്റു ആവശ്യങ്ങൾക്കാണോ തമിഴ്നാട്ടിലേക്ക് പോയത് എന്നുള്ളത് അറിയില്ല. ഏതായാലും എല്ലാവരുടെയും വാഹനങ്ങളിൽ ഒരുപോലെ ഒരേ പരിഗണനയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. അത്തരത്തിലാണ് താരത്തിന്റെ വാഹനവും നിർത്തി പരിശോധന നടത്തിയത്. അല്പം സമയം കഴിഞ്ഞപ്പോൾ തന്നെ മഞ്ജു വാര്യരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഏതായാലും താരത്തിനൊപ്പം ആ റോഡിൽ നിന്ന് ആരാധകർ ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടേത് അടക്കമുള്ള വാഹനങ്ങളും ഇത്തരത്തിൽ പരിശോധിച്ചിരുന്നു. തമിഴ്നാട്ടിൽ വ്യാപകമായ ഹൈവേകളും ബൈപ്പാസുകളും കേന്ദ്രീകരിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരിശോധനകൾ നടക്കാറുണ്ട്. അനധികൃത പണക്കെടുത്ത്, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ പിടികൂടുന്നതിനാണ് ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്നും അത്തരത്തിലൊരു സംഭവം തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ട്രെയിൻ വഴി ഇത്തരത്തിൽ വാഹനങ്ങളിൽ വലിയ രീതിയിൽ പരിശോധന നടക്കുന്നതിനാൽ ട്രെയിൻ വഴി കോടികളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ കടത്തിയത്, പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡാണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് ഏകദേശം ഒരു 4 കോടിയോളം തുക പിടികൂടിയത്. ചെന്നൈ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ രാത്രിയിലാണ് സംഭവം. 4 കോടിയാണ് ഇത്തരത്തിൽ പിടികൂടിയത്. സംഭവത്തിൽ BJP പ്രവർത്തകരടക്കം 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. സതീഷ്, നവീൻ, പെരുമാൾ എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് ഇവിടെ എത്തി പരിശോധന നടത്തിയത്. അതിന് പിന്നാലെയാണ് 4 കോടിയോളം തുക ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇന്നലെ രാത്രി ചെന്നൈയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റിൽ നിന്നാണ് 6 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന പണം കണ്ടെടുത്തത്. BJP സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൊണ്ടുപോയതെന്നാണ് പിടിയിലായ പ്രതികൾ മൊഴി നൽകിയതായി സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോയ പണമാണ് പിടിച്ചെടുത്തതെന്നാണ് സംശയം. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പിക്കാനായിട്ടുള്ള അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡുകൾ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉടനടി പിടികൂടാൻ തന്നെയാണ് നിർദ്ദേശം. ഏപ്രിൽ 19-നാണ് തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 17 വൈകിട്ട് തന്നെ പ്രചാരണം അവസാനിപ്പിക്കും. ഇതിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.